എനിക്ക് അറിയാം കുറേ ചാപ്റ്റേഴ്സ്, പക്ഷെ കുറച്ച് ചാപ്റ്റേഴ്സിൽ ഇതേപോലെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ ലൈവും ക്ലാസ്സസും വീഡിയോ ക്ലാസ്സസിനും ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയുന്നത് പഠിച്ചാൽ മതിയോ? ഇങ്ങനെ തന്നെയാണ് പിള്ളേർ ചോദിക്കുന്നത്. ഈ ലാസ്റ്റിലത്തെ ഒരു 1 വീക്ക് സമയം അല്ലെങ്കിൽ ഒരു 10 days സമയത്തിനകത്ത് ഒരു 1 or 2 ചാപ്റ്റർ, ഇപ്പോൾ ചില സ്പെസിഫിക് ഏരിയ പ്രാക്ടിക്കൽ കെമിസ്ട്രി എനിക്ക് അറിയില്ല, വിട്ട് കളഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യമാണ് ആവറേജ് ചോദിക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ 3 ചോദ്യം എന്ന് പറഞ്ഞാൽ 12 മാർക്കാണ്. ബാക്കി 708 മാർക്കിനുള്ള സാധനം നമ്മൾ ഓൾറെഡി പഠിച്ച് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 12 ഫോക്കസ് ചെയ്യണോ 708 ഫോക്കസ് ചെയ്യണോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി 708 ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി എയിംസിൽ അടക്കം അഡ്മിഷൻ കിട്ടാനുള്ള സാധനം അവിടെ നിന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ സ്പെസിഫിക്കലി ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക്ക്, ഒരു പോർഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു 5 ചാപ്റ്റർ 4 ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്നുള്ള ഒരു 4-5 ചാപ്റ്റർ വിട്ടു എന്ന് ഓർത്തിട്ട് ഒന്നും സംഭവിക്കാനില്ല. അതിന്റെ ബേസിക് സാധനങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ ആണ്. അറിയുന്ന ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അറിയാത്തതിനെ പറ്റി ഓർത്തിങ്ങനെ വേവലാതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ശരിക്കില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ ഇതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ആൻസർ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.